എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷം യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രമാണമായിട്ട് തോന്നിയേക്കാം. കാരണം എന്താണ്? യേശു പറയുകയാണ്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം, നിന്നെ ദ്രോഹിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അത് വളരെ ഇമ്പോസിബിൾ ആയിട്ട് ഒരു പക്ഷം തോന്നിയേക്കാം. കാരണം ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല. ശത്രുവിനെ നീ ദ്വേഷിക്കാനും അതുപോലെ തന്നെ നന്മയ്ക്ക് പകരം നന്മ നൽകാനും തിന്മയ്ക്ക് പകരം തിന്മ നൽകാനുമായിട്ട് ലോകം പഠിപ്പിക്കുമ്പോൾ ഈശോ നമ്മളോട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയാണ്. 5:42 പ്രകാരം പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും എന്ന് പറയുകയാണ്. പരിപൂർണത എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, 100-ൽ 100 മാർക്ക് വാങ്ങുന്നതാണ് പരിപൂർണത. അല്ലെ? ഈശോ നമ്മളോട് ഒരു ജസ്റ്റ് ഒരു പാസ് മാർക്ക് വാങ്ങാനായിട്ടല്ല പറയുന്നത്, മറിച്ച് ഫുൾ മാർക്ക് വാങ്ങാനായിട്ടാണ് പറയുന്നത്. ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോ ആദ്യം പറഞ്ഞ ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്യണം. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനുഷ്യരായ നമുക്കിത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ലേഖനഭാഗത്തിലെ പൗലോസിലെ നമ്മളോട് പറയുന്നത്. ഫിലിപ്പി 4:13 പൗലോസിലെ നമ്മളോട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുന്ന ഈ ഒരു പ്രമാണം, ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ദൈവത്തിന്റെ സഹായത്താൽ മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ സഹായത്തോടെ ഈശോ പറഞ്ഞ ഈ ഒരു പ്രമാണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.